പ്രതീക്ഷിച്ചാലും വളരെ നേരത്തെ അവസാനിച്ചു ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ഈ ഗോഹത്തി ടെസ്റ്റ്. അതിനകത്ത് നമുക്ക് ഒരു ചെറിയ ഡ്രാമയും കൂടിയുള്ളത് പോലെ തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. കാരണം വെച്ചാൽ ഒന്നാമത്തെ ഇന്നിങ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇന്ത്യയെ ഫോളോ ഓണിന് അയക്കാമായിരുന്നു. അയച്ചില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് അത് പ്രത്യേകമായിട്ടും ഫോട്ടോഗ്രാഫ്സിലൊക്കെ അത് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ബോവാമ്മ ഓടി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നത്. കാരണം എന്താണ് തീരുമാനിക്കാത്തത് പോലെ നമുക്ക് തോന്നും. കാരണം വെച്ചാൽ ഫോളോ ഓൺ ചെയ്യാനാണോ അല്ലയോ എന്നുള്ളത് 2 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കുക എന്നുള്ളത്. പിന്നെ ഹെഡ് കോച്ച് കോൺറാഡിൻ്റെ പ്രസ്താവനയും ഇന്ത്യയെ ഒന്ന് നന്നായിട്ട് കളിപ്പിക്കുക എന്നുള്ള രീതിയിലേ. അപ്പോൾ അതിനകത്തെ ആ ഒരു ഡ്രാമാറ്റിക് സിറ്റുവേഷൻ വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ? അല്ല, വലുതായിട്ട് കളിയിൽ വലിയൊരു ഡ്രാമയൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഏത് തീരുമാനം എടുക്കുന്നു മാത്രം. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്കിപ്പോൾ കോച്ചിനായാലും കളിക്കാർക്കായാലും അവർക്ക് രണ്ടാം ഇന്നിങ്സിൽ 80 ഓവർ മധ്യ ഇന്ത്യ ഔട്ടാക്കാൻ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് അവരുടെ കളിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കളിക്കാർക്ക് അവരുടെ സ്പിന്നേഴ്സിനെ കളിക്കാൻ പറ്റുന്നില്ല. സ്പിന്നേഴ്സിനെ മാത്രമല്ല, മാർക്കോ യാൻസിനെയും കളിക്കാൻ പറ്റുന്നില്ല. അപ്പം അത് ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ രണ്ടാമത് ബാറ്റ് ചെയ്തത്. അത്രയും വലിയൊരു ലീഡ് കിട്ടണവരെ ബാറ്റ് ചെയ്തത്. അതെന്താ അത്രയും വലിയൊരു ലീഡിലേക്ക് അവർ പോകാനുള്ള കാരണം എന്താ? അല്ല, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റബ്സ് ചിലപ്പോൾ ഒരു സെഞ്ചുറി അടിക്കും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പുറമേന്ന് വരുന്ന ഒരു കളിക്കാരന് ഇന്ത്യയിൽ 100 അടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു ചാൻസ് കൊടുത്തേക്കാം. എന്തായാലും നമുക്ക് ഇത്രയും സമയം ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ കളിച്ചത്. തുടക്കം മുതൽ എങ്ങനെയായിരുന്നു ദിലീപ് കളി കാണുന്ന സമയത്തെ? എന്തായിരുന്നു ദിലീപിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ? എന്തായിരുന്നു എക്സ്പെക്റ്റേഷൻ? എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ഫോർമാറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലക്കി ഡിപ്പ് എടുക്കണ പോലെ കളിക്കാരെ സെലക്ട് ചെയ്യേണ്ട ഒരു ഇതല്ല. യാതൊരുവിധ കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മൾ കളിക്കാരെ സ്ക്വാഡിൽ സെലക്ട് ചെയ്യേണ്ടത് മാത്രമല്ല, അവർ ടീമിൽ എവിടെ ബാറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വാഷിങ്ടൺ സുന്ദർ ആദ്യ ടെസ്റ്റിൽ 3-ാം പൊസിഷനിൽ ബാറ്റ് ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ 8-ാം പൊസിഷൻ. ഇപ്പം ഇത് എന്താണ് വാഷിങ്ടൺ സുന്ദർ? ഒരു ബാറ്റ്സ്മാൻ ആണോ? ഓൾറൗണ്ടർ ആണെങ്കിൽ കൽക്കട്ടയിൽ ഒരു ഓവർ എറിഞ്ഞിട്ടില്ല. ഇവിടെ നമ്പർ 8 ആയി ബാറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. അപ്പം എന്താണ് ഇയാളെന്ന് ആർക്കും അറിയില്ല. അപ്പം അങ്ങനത്തെ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ് ഇപ്പം നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ. അപ്പം അതിന്ന് പുറത്ത് വരാതെ നല്ലൊരു ടീമിനെതിരെ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെയൊക്കെ തോൽപ്പിക്കാനുള്ള കളിക്കാർ നമുക്കുണ്ട്. പക്ഷെ ഒരു നല്ല ടീമിനെതിരെ നമ്മൾ ജയിക്കാൻ പോകുന്നില്ല ഇങ്ങനത്തെ ഒരു സെലക്ഷനും ഇങ്ങനത്തെ കളിക്കാരും വെച്ചിട്ട്. ഇതിനകത്ത് ജാൻസന്റെയും ഹാർമറിൻ്റെയും പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണല്ലോ. പിന്നെ ഹാർമറാണ് പ്ലെയർ ഓഫ് ദി സീരീസും. അപ്പോൾ അതിനകത്തെ നമ്മുടെ സ്പിന്നേഴ്സൊന്നും അത്ര ഒരു വലിയ മികവ് പുലർത്തിയായിട്ടും കാണുന്നില്ല. അപ്പോൾ ഇതൊരു കമ്പയർ ചെയ്തിട്ട് ദിലീപ് എങ്ങനെയാണ് വിശദീകരിക്കുക? കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ സ്പിന്നേഴ്സിന് ഇപ്പം കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് വളരെ മോശം പിച്ചുകളിൽ എറിഞ്ഞ് അത് ശീലിച്ചു പോയി. മോശം പിച്ചിൽ നമ്മൾ നല്ല സ്പീഡിൽ ബോൾ എറിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തട്ടി തെറിച്ച് പോവും, ബാറ്റ്സ്മാൻ ഔട്ടാവും. ഗൗഹാട്ടിയിൽ അങ്ങനത്തെ സാധാരണ ഒരു ഇന്ത്യൻ പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ 489 റൺ എടുത്തത് ഫസ്റ്റ് ഇന്നിങ്സ്. അങ്ങനത്തെ ഒരു പിച്ചിൽ നമ്മൾ കുറച്ച് വേരിയേഷൻസ് ഇതൊക്കെ വേണം. ഞാനിതിലൊരു എക്സ്പേർട്ട് അല്ല, പക്ഷെ ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള പലരോടും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പ്രസന്നയോട് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ അരിപ്പള്ളി പ്രസന്നയായിരുന്നു. പ്രസന്ന പറഞ്ഞൊരു കാര്യം, ലൈൻ ഇസ് ഓപ്ഷണൽ, ലെങ്ത് ഇസ് മാൻഡേറ്ററി. ഏത് പിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഏത് ലെങ്ത് നിങ്ങൾ എറിയണം. പിന്നെ ബാറ്റ്സ്മാനെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ലൈൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുക. അപ്പം ഹാർമർ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. ചില ബോള് വൈഡായിട്ടിടും സ്റ്റംപിങ്ങിന് നോക്കാൻ വേണ്ടി, ചിലത് കുറച്ച് ലെഗ്സിലിടും, ചിലത് ഓഫ് സ്റ്റംപിൽ ഡ്രൈവ് ചെയ്യാനിടും. അങ്ങനെയൊക്കെ നമ്മുടെ ബോളേഴ്സിന്റെ ഭാഗത്തുനിന്ന് വലുതായിട്ടൊരു വേരിയേഷനും ഇല്ല. പിന്നെ സ്പീഡിലും ഒരു വേരിയേഷൻ ഇല്ല. ഹാർമറിന്റെ ബോൾ നോക്കിക്കഴിഞ്ഞാൽ 75 കിലോമീറ്റർ തൊട്ട് 92, 93 വരെ ആ ഒരു റേഞ്ചിൽ. ജഡേജയും വാഷിങ്ടൺ സുന്ദറും 99, 95 ആ ഒരു സ്പീഡിൽ എറിയുമ്പോൾ ബോളിന് ഗ്രിപ്പ് ചെയ്യാൻ സമയമില്ല ഇങ്ങനത്തെ ഒരു പിച്ചിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്പിന്നേഴ്സ് നമ്മുടെ നന്നായി എറിഞ്ഞത്. പിന്നെ ഇതിൽ ഒരു ടെക്നിക്കൽ ഒരു കാര്യം അശ്വിൻ എന്നോട് പറഞ്ഞത്, പണ്ട് അശ്വിൻ്റെ ഏറ്റവും നല്ല കാലത്ത് 2016, 17 ആ സമയത്ത് ഞാൻ ചെന്നൈയിൽ അവിടെ അക്കാഡമി പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ വരുത്തിയൊരു വലിയൊരു മാറ്റം കോച്ചായിട്ട് കുറേ നേരം സംസാരിച്ചിട്ട്
കുറേ കൂടി സ്ലോ ആയിട്ട് എറിയാൻ വേണ്ടി നമ്മൾ ബോഡി കുറേ കൂടി യൂസ് ചെയ്യണം. മറ്റേത് ഈ ഫാസ്റ്റ് ഡാർട്സ് എനിക്ക് നിങ്ങൾക്കും എറിയാൻ പറ്റും. ആർക്ക് ഓഫ് സ്പിൻ അങ്ങനെ ഒരു വലിയൊരു ആർട്ടല്ല മറ്റേ ലെഗ് സ്പിൻ വെച്ച് നോക്കും. പക്ഷെ ഈ വളരെ മുന്തിയ ഓഫ് സ്പിന്നേഴ്സ്, ഇപ്പൊ അശ്വിൻ, ഇപ്പൊ ഇന്ന് ഈ സീരീസിൽ ഹാർമർ എറിഞ്ഞ, അവർക്ക് ആ ബോഡി ശരിക്കും യൂസ് ചെയ്തിട്ടാണ് അവർക്ക് ഡ്രിഫ്റ്റും ഫ്ലൈറ്റും ഇതൊക്കെ കിട്ടുന്നത്. ഈ സ്പീഡ് വേരിയേഷൻ ഒക്കെ ശരിക്കും നമ്മുടെ ബോഡിയെ വരണം, വെറും വിരല് വെച്ചിട്ട് മാത്രമല്ല. അപ്പൊ അതിന് ശരിക്കും ഫിറ്റ് ആയിരിക്കണം. അശ്വിനാണ് ഞാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കുറെ കൂടി ഫിറ്റായി. അതുകൊണ്ടാണ് എനിക്ക് ഈ വേരിയേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ ജഡേജയുടെ കാര്യത്തിലേക്ക് ഇപ്പൊ കുറച്ച് പ്രായമായിട്ടുണ്ട്. ഞാൻ ജഡേജയെ കുറ്റം പറയല്ല, അതെ, കുറെ കൂടി നന്നായി എറിഞ്ഞൊരു ബോളർ ജഡേജയാണ്. പക്ഷെ ജഡേജയ്ക്ക് ഒരു കാലത്തും ആ ഒരു വേരിയേഷൻ ഇല്ല അശ്വിൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജാൻസൺ, കാരണം നമ്മുടെ ഫസ്റ്റ് ബോളേഴ്സ് അത്ര മികവ് കാണിച്ചില്ല ഇതിനകത്ത്. ഇപ്പം ബുംറ ആയാലും സിറാജ് ആയാലും നന്നായിട്ട് തിളങ്ങിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജാൻസണിൻ്റെത് നമുക്കറിയാം, ആദ്യത്തെ ദിവസത്തെ ബാറ്റിങ്ങിലായാലും പിന്നീട് പിന്നെ ബൗളിങ്ങിലായാലും ജാൻസൺ കാണിച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ഇതുണ്ടല്ലോ. കുറെ കൊല്ലം മുമ്പ്, ഒരു 7 കൊല്ലം മുമ്പ് മുംബൈ ഇന്ത്യൻസ് ജാൻസനെ എടുത്തപ്പോൾ സച്ചിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവനെ സൂക്ഷിക്കണം, ഇവൻ അടുത്ത വലിയ ബോളറാണ്. എന്താ കാരണം എന്ന് വെച്ചപ്പോൾ ഹൈറ്റ് മെയിനായിട്ട്. എന്ന് വെച്ചാൽ ഇത് എന്ത് പിച്ചായാലും ഇത്രയും പൊക്കമുള്ള ഒരാൾക്ക് ആ ഹിറ്റ് ദ ഡെക്ക് ഇതാണെങ്കിൽ ആരെയും ഇവിടെ തട്ടണം, ബോൾ ഇവിടെ തട്ടും ആ ഹൈറ്റ് കാരണം. പിന്നെ ആ ആക്യുറസിയും കൺസിസ്റ്റൻസി ഉണ്ട്, പിന്നെ ബാറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇപ്പോഴാണ് ശരിക്കും ഈ കഴിഞ്ഞ ഒരു 12-15 മാസത്തിലാണ് മാർക്കോ ജാൻസന്റെ ശരിക്കുള്ള കഴിവ് നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ സ്ക്വാഡ് ഇന്ത്യയിൽ വരുമ്പോ ആകെ ഒരു ഒറ്റ ഗ്രേറ്റ് പ്ലെയർ ആണ് അതിലുള്ളത്. അവര് കളിച്ചിട്ടും കൂടി ഇല്ല, റബാഡ കളിച്ചത് പോലും ഇല്ല. അത് റബാഡ ഇല്ലാതെയാണ് നമ്മൾ 2-0. ഈ 408 റൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് പരാജയമാണ്. അത് റബാഡ ഇല്ലാതെയാണ്. ഏറ്റവും സങ്കടം എന്താന്ന് പറഞ്ഞാൽ നമ്മള് ഒരു 10 കൊല്ലം ശരിക്കും ഏറ്റവും നല്ല ടെസ്റ്റ് ടീമായിരുന്നു. കോഹ്ലിയും ശാസ്ത്രിയും ആദ്യം, പിന്നീട് രാഹുൽ ദ്രാവിഡും രോഹിത്തും ക്യാപ്റ്റനും കോച്ചും ആയിരുന്നു. ഇപ്പോൾ ഒരു 10 കൊല്ലം. മറ്റേ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഞാൻ അത്ര ഇതായിട്ട് എടുക്കുന്നില്ല, എന്ന് വെച്ചാൽ അത് ഒരൊറ്റ മാച്ചാണ്. അത് 3-4 നല്ല ദിവസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് ടീമിനും ജയിക്കാം. ന്യൂസിലൻഡ് ഇന്ത്യയെ തോൽപ്പിച്ചു, അതിന്റെ അർത്ഥം അവർ നമ്മുടെ നല്ല ടെസ്റ്റ് ടീം ആയിരുന്നു എന്നാണോ? അല്ല, ആ കണ്ടീഷൻസിൽ ആ മാച്ചിൽ അവർ നമ്മുടെ നന്നായി കളിച്ചു. പക്ഷെ കൺസിസ്റ്റൻസിയോട് കൂടി ഒരു 10 കൊല്ലം, പ്രത്യേകിച്ച് കോഹ്ലി ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഏറ്റവും പേടിച്ചിരുന്ന ടെസ്റ്റ് ടീം ഇന്ത്യ ആയിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു ഇവിടെ വരാനും, നമ്മൾ അവരുടെ നാട്ടിൽ പോയാലും നമ്മളെ കളിക്കാൻ പേടിയായിരുന്നു. ഇപ്പൊ ഏത് ടീമും ഞങ്ങളെ വിളിക്കുമോന്ന് ഉള്ള ഒരു സ്ഥിതിയാണ്. ഞങ്ങൾ വന്ന് കളിക്കാന്നുള്ള അങ്ങനത്തെ ഒരു ടീമായി മാറിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജയവും തോൽവിയൊക്കെ കളിയിൽ സാധാരണയാണ്. ഞാൻ ഇതിനു മുമ്പത്തെ 2 ഹെവിയസ്റ്റ് ഡിഫീറ്റ്സ് ഞാൻ റിപ്പോർട്ട് ചെയ്തു, ഒന്ന് കറാച്ചിയിലും ഒന്ന് നമ്മുടെ ഇവിടെ നാഗ്പൂരിലും. പക്ഷെ അതിനൊക്കെ കാരണങ്ങൾ, വളരെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. നാഗ്പൂരിൽ ശരത് പവാറും ഡാൽമിയും തമ്മിലുള്ള അടിക്കിടയിൽ ടീം പെട്ടുപോയി. എന്നിട്ട് അതിന് നിറയെ പുല്ലുള്ള ഒരു പിച്ച് കൊടുത്തിട്ട് മെഗ്രാ ഗിലസ്പി നമ്മളെ കഴുത്തറുത്തു. അതിൽ ഞെട്ടിക്കലൊന്നുമില്ല. അതും ആ ഓസ്ട്രേലിയൻ ടീം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തെയും ഏറ്റവും മികച്ച ഒരു ടീമായിരുന്നു. അപ്പൊ ആ തോൽവിയിൽ നമുക്ക് ഒരു അതിശയവും ഇല്ല. അതേപോലെ അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് പാകിസ്ഥാനിൽ പോയി കറാച്ചിയിൽ തോൽക്കണം. ആ ടെസ്റ്റ് അവർ 3 വിക്കറ്റ് 0-ന് പോയത്, ഇർഫാൻ പഠാൻ ഹാട്രിക് എടുത്തിട്ട്. പക്ഷെ അവർക്ക് ആ കഴിഞ്ഞ സീരീസ് തോറ്റേന്റെ വാശി വെച്ചിട്ടാണ് അവർ കളിച്ചത്. ബോബ് ബുൾമർ കോച്ചാണ്, ഇൻസമാം ക്യാപ്റ്റൻ. പിന്നെ അവർക്കൊരു ജീനിയസ് ഉണ്ടായിരുന്നു, മുഹമ്മദ് ആസിഫ് ആ ടെസ്റ്റിൽ എറിഞ്ഞ ബോളിങ്, അത് ഡോൺ ബ്രാഡ്മൻ ആയാലും ജോർജ് ഹെഡ്ലി ആയാലും ഗ്രേം പോളക്ക് ആയാലും ആരായാലും ഔട്ടാവുമായിരുന്നു. അങ്ങനത്തെ ബോളിംഗ് ആയിരുന്നു. ഞാൻ പണ്ട് സച്ചിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഏറ്റവും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ. അപ്പൊ സച്ചിൻ എപ്പോഴും പറയും, ഇത്ര വലിയ മൂവ്മെന്റ് ഒന്നും ആരും ഒരു നല്ല ബാറ്റ്സ്മാനും പേടിക്കില്ല. ഇത്ര മൂവ് ചെയ്യുമ്പോഴാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത. നമ്മൾ ലൈൻ കവർ ചെയ്തിട്ടുണ്ടാവും, അത് പക്ഷെ എഡ്ജ് തട്ടിപ്പോവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു ആസിഫിന്റെ മാജിക്, ഇത്ര മൂവ് ചെയ്യും ബോൾ.
അത് ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ എന്ന് ഒരു ബാറ്റ്സ്മാനും അറിയില്ല. ലക്ഷ്മൺ എന്നോട് അത് പറഞ്ഞു, ഇവൻ ഏത് വഴിക്കാ ബോൾ മൂവ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് ഒരു ബോളറുടെ അടുത്ത് തോൽക്കണേൽ ഒരു നാണക്കേടും ഇല്ല. ഇത് പക്ഷെ ഈ സീരീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സീരീസ് മുമ്പ് നമ്മൾ 2 ടീമുകളും നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധത്തിലും സൗത്ത് ആഫ്രിക്ക ജയിക്കേണ്ട സീരീസ് അല്ല ഇത്. ഇപ്പം ഇനി എന്തായാലും കുറേയധികം വിമർശനങ്ങൾ ഗംഭീർ നേരിടേണ്ടി വരും, ടീമിലുള്ള ഓരോരുത്തരും നേരിടേണ്ടി വരും. എങ്ങനെയാണ് ഇതിനൊരു നമ്മളിപ്പോൾ ഒരു ഫ്യൂച്ചർ ടെസ്റ്റ് ടീമിനെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക? ടീമിലത്തെ അംഗങ്ങളെ ഞാൻ ശരിക്കും വിമർശിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടീമിൽ നിന്ന് പുറത്തു പോയ കളിക്കാരുടെ കാര്യം വെച്ച് തുടങ്ങുകയാണ്. വിരാട് കോഹ്ലി, ഇപ്പോൾ പലരും പറഞ്ഞു കോഹ്ലിയുടെ നല്ല കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് ടീമിൽ നിന്ന് പുറത്താക്കിയത്. കോഹ്ലി 2021 തൊട്ട് 24 വരെ 4 സീസണിൽ ആവറേജ് ചെയ്തത് 26, 28, 56, 24. അത് നല്ല നമ്പേഴ്സ് അല്ല, എനിക്കറിയാം. പക്ഷെ അതിൻ്റെ ഓരോ നമ്പറിൻ്റെ പുറകിലുള്ള കഥ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇന്ത്യ ഏറ്റവും നല്ല ടെസ്റ്റ് സൈഡ് ആക്കിയ ക്യാപ്റ്റനെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പുറകുന്ന് കുത്തിയതാണ് 2021. ഇംഗ്ലണ്ടിൽ തുടങ്ങി ഇവിടെ ഡിസംബർ ആയപ്പോഴേക്കും പുറത്താക്കി. ഡിസംബർ അല്ല, ജാനുവരിയിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ പോയി അത് കഴിഞ്ഞ് വിരമിക്കണം. ആ ഒരു വ്യക്തിയുടെ മനസ്ഥിതി എന്തായിരിക്കും പിന്നെ ടീമിൽ കളിക്കാനാണെങ്കിൽ? എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത്. ഞാൻ കളിക്കാരുടെ നേർക്ക് മാത്രമല്ല വിരൽ ചൂണ്ടണം. അതിൽ പല ഇന്ത്യൻ ക്രിക്കറ്റ് അന്തരീക്ഷത്തിൽ പലർക്കും ഭയങ്കര അസൂയായിരുന്നു. കോഹ്ലി വളരെ വലുതായി, സൈക്കോളജിയിൽ അതിന് ടോൾ പോപ്പി സിൻഡ്രോം എന്ന് പറയും. ഇവനെ ഒന്ന് ഒതുക്കണല്ലോ എന്നുള്ള ഒരു മനസ്ഥിതി വന്നു. അത് കാരണം പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ഒന്നും നേടിയില്ല കോഹ്ലി ഒതുക്കിയത് കൊണ്ട്. കോഹ്ലിയുടെ കരിയറും താഴോട്ട് പോയി, നമ്മുടെ പെർഫോമൻസുകളും താഴോട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ അശ്വിനൊക്കെ കരഞ്ഞുകൊണ്ടാണ് റിട്ടയർ ചെയ്തത്. ഇവരാരും ആഗ്രഹിച്ച അവരുടെ ടേംസിലല്ല റിട്ടയർ ചെയ്തത്. ഇപ്പൊ ഒരു രാഹുൽ ദ്രാവിഡോ ലക്ഷ്മണോ ഒക്കെ വളരെ മോശമായി നമ്മൾ ഓസ്ട്രേലിയയിൽ തോറ്റു കഴിഞ്ഞിട്ടാണ് അവർ വിരമിക്കേണ്ടത്. പക്ഷെ ആരും അവരെ തള്ളിയതല്ല, അവർ തീരുമാനിച്ചു എനിക്ക് എന്നെ കൊണ്ട് ഇനി ഞാൻ പണ്ട് കളിച്ചിരുന്ന ആ ലെവലിൽ കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോന്നു. ഇതല്ല, ഇതിവരെ തള്ളി പുറത്താക്കിയിട്ടുള്ളതാണ്. പിന്നെ വന്നിട്ടുള്ള കളിക്കാർ ഇന്നിപ്പോൾ എല്ലാവരും സായി സുദർശനെ കീറി പിച്ച് ചീന്തി ഡസ്റ്റ്ബിനിലിടും. പക്ഷെ സായി സുദർശൻ ഇംഗ്ലണ്ടിൽ ഡെബ്യൂ ചെയ്യുന്നു. ആദ്യത്തെ മാച്ചിൽ 0-30, അത് കഴിഞ്ഞ് ഡ്രോപ്പ്. പിന്നെ 2ാമത്തെയും 3ാമത്തെയും ടെസ്റ്റ് കളിക്കുന്നില്ല, 4ാമത്തെയും 5ാമത്തെയും കളിക്കുന്നു, അതിൽ ഒരു 50 അടിക്കുന്നു. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ 2 ടെസ്റ്റ് കളിക്കുന്നു. ആദ്യത്തേൽ പരാജയപ്പെട്ടു, 2ാമത്തേൽ 87 റൺ എടുക്കുന്നു. പിന്നീട് വരുന്ന ടെസ്റ്റിൽ ഇല്ല, കൽക്കട്ടയിൽ കളിക്കുന്നില്ല. അപ്പൊ എന്തായിരിക്കും 23 വയസ്സായ ഒരു കളിക്കാരന്റെ മനസ്സിൽ എന്തായിരിക്കും? ടീം മാനേജ്മെന്റിന് നിങ്ങളെ വിശ്വാസമില്ല, പിന്നെ നിങ്ങൾക്ക് തന്നെ എന്ത് വിശ്വാസം ഉണ്ടാവാൻ? ഇപ്പൊ നേരത്തെ ഞാൻ വാഷിങ്ടൺ സുന്ദറിന്റെ കാര്യം പറഞ്ഞു. ഈ ബാറ്റിംഗ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഈ കുട്ടികൾ കളർ ചെയ്യണ പോലെ ഇങ്ങനെ വരകളാണ്, ഒരു ഇതുമില്ല. പിന്നെ ഏത് ബോളറെ പിക്ക് ചെയ്യണു? 6 ബോളർമാർ ഇന്ത്യൻ പിച്ചിൽ. സാധാരണ ഒരു ടീമും 4-5 ബോളർമാരിലധികം യൂസ് ചെയ്യാറില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ. ഇത് T20 ഒന്നും അല്ല. അപ്പൊ ഏറ്റവും നല്ല കളിക്കാരെയാണോ നിങ്ങൾ സെലക്ട് ചെയ്യണം? അതല്ല. എന്താണ് ഇതിന്റെ സെലക്ഷന്റെ ക്രൈറ്റീരിയ? രഞ്ജി ട്രോഫി ആണോ? അല്ല. അതിൽ റൺസ് എടുക്കണവരെ എടുക്കുന്നില്ല. പിന്നെ എന്ത് നോക്കിയിട്ടാണ്? പിന്നെ ഇപ്പൊ ശുഭ്മൻ ഗില്ലിന്റെ പരിക്ക്, അതൊരു വലിയ കാരണമാണ് ഈ പരാജയത്തിന്. എന്തിന് ശുഭ്മൻ ഗില്ല് ഓസ്ട്രേലിയയിലെ എല്ലാ കളിയും കളിച്ചു? അത് നിർബന്ധമായിരുന്നു. ഇപ്പൊ സഞ്ജു സാംസൺ, പല കളിക്കാരും, സഞ്ജുവിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, പലരും ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു ഓപ്പൺ ചെയ്യാൻ പറ്റണം. എന്തിന് നിങ്ങൾ ഗില്ല് 5 മാച്ചും കളിപ്പിച്ചു, എന്നിട്ട് തിരിച്ചിവിടെ 2 ദിവസം മുമ്പാണ് ഇവിടെ തിരിച്ചെത്തണത്? ഈ ഇങ്ങനത്തെ ഒരു പരിക്കിന്റെ ചരിത്രമുള്ള ഒരു കളിക്കാരനെ കഴിഞ്ഞ സീസൺ ന്യൂസിലൻഡായിട്ടൊരു മാച്ച് മിസ് ചെയ്തു, ഇതേ പ്രോബ്ലം ആയിട്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു സീരീസ് പോയിട്ട് ജയിക്കുന്ന വിചാരിച്ചാൽ അത് വളരെ മോശമായൊരു ടീമിന്റെ എതിരെ നടക്കുകയായിരിക്കും. ഇവര് ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരാണ്. ഇനിയിപ്പോൾ ഏതായാലും വൺഡേയിലേക്ക് തിരിയാണല്ലോ, അതിലെങ്ങനെയാ ദിലീപിന്റെ ഒരു പ്രവചനങ്ങൾ എന്താണ്?
വൺ ഡേ എന്ന് പറഞ്ഞാൽ പിന്നെ കളിക്കാരും മാറിയല്ലോ. പിന്നെ ഇപ്പൊ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചു വന്നാൽ തന്നെ ആ ഒരു അനുഭവം കിട്ടി കളിക്കാർക്ക്. ആ ഡ്രസ്സിംഗ് റൂമിലും അതൊരു വലിയ മാറ്റം തന്നെയാണ്. ഇതിപ്പോ ഈ മാച്ചിൽ ഒരു കളിക്കാരനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആരുടെ അടുത്തായിരുന്നു പോവുക? ഇപ്പൊ ഒരു സീനിയർ ബാറ്റ്സ്മാൻ ആയിട്ട് ആരാ ഉള്ളത്? ജയ്സ്വാലാണ്. ജയ്സ്വാലിന് ആകെ 23 വയസ്സേ ഉള്ളൂ. KL രാഹുൽ ഒരാളുണ്ട്, പക്ഷെ രാഹുൽ തന്നെ ആ ടീമിൽ ഒരിക്കലും പൊസിഷനൊന്ന് ഒരു സ്ഥിരമാക്കാൻ പറ്റാത്തൊരു കളിക്കാരന്. അപ്പൊ നിങ്ങൾ ആരുടെ അടുത്ത് പോകും? ഇപ്പൊ എന്നോട് പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സച്ചിനെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയി കരിയർ? അവസാനത്തെ 23 കളിയിൽ 32 ആയിരുന്നു ആവറേജ്. അത് കളിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ കളിപ്പിച്ച്. ഈ കളിക്കാർക്ക് മുഴുവൻ, കോഹ്ലി, പുജാര, രഹാനെ, ഇവർക്ക് മുഴുവൻ ഒരു ഗൈഡും കൂടിയായിരുന്നു സച്ചിൻ. അവരെല്ലാവരും പറയും ഞങ്ങൾ എത്ര പഠിച്ചു സച്ചിൻ്റെ കൂടെ ഒരു ഡ്രസ്സിങ് റൂമിൽ ഇരുന്നിട്ട്. കോഹ്ലി എന്നോട് പറഞ്ഞു, സച്ചിൻ റിട്ടയർ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പോയി 2011 നമ്മൾ 4-0 തോറ്റപ്പോൾ 11-12 സീസണിൽ ആദ്യത്തെ 2 മാച്ചും കോഹ്ലി ഫ്ലോപ്പ് ചെയ്യും. ആ ക്രൗഡിൽ നിന്നും നല്ലോണം കിട്ടുന്നുണ്ട്. ഓസ്ട്രേലിയ അല്ലേ. പിന്നെ നമ്മുടെ നാട്ടിലത്തെ മീഡിയ എന്നും ഇവന് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല, ഓൺലി വൺ ഡേ ഹീറോ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിൻ ഒന്നും പറഞ്ഞില്ല, നീ പോയി കളിക്കുക എന്ന് പറഞ്ഞു. 3ാമത്തെ ടെസ്റ്റ് പെർത്ത് പോയിട്ട് ടോപ്പ് സ്കോർ ചെയ്തു. നമ്മൾ വളരെ മോശമായിട്ട് തോറ്റു, പക്ഷെ 75 റൺ എടുത്തു. തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നപ്പോൾ സച്ചിൻ 5 വാക്കേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു കോഹ്ലി, യു നോ യു ബിലോങ് ഹിയർ നൗ. അടുത്ത കളി പോയി ആദ്യത്തെ സെഞ്ചുറി അടിക്കുന്നു ആഡ്ലേഡിൽ. ഈ 5 വാക്ക് മതി ചിലപ്പോൾ ഒരാളുടെ ജീവിതം മാറ്റാൻ. അതാണ് ഒരു സീനിയർ പ്ലെയറുടെ വില. ഇപ്പൊ നമ്മളെല്ലാവരെയും തട്ടി തെറിപ്പിച്ചു. അശ്വിൻ ഇല്ല, കോഹ്ലി ഇല്ല, രോഹിത് ഇല്ല, പുജാരയും രഹാനെയൊക്കെ ഡൊമസ്റ്റിക് കളിക്കുന്നു, ടെസ്റ്റ് ടീമിൽ കുറെ കാലമായിട്ടില്ല. അപ്പൊ ഇതിന് ഒരു വില, നിങ്ങൾ കളി ബഹുമാനിക്കുന്നില്ല, കളിക്കാരെയും ബഹുമാനിക്കുന്നുണ്ട്, പിന്നെ ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.